2022 ഒക്ടോബർ 7-നാണ് കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് അശ്വതി എന്ന യുവതിയും കുഞ്ഞും മരിച്ചെന്ന വാർത്ത പുറത്തുവന്നത്. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതിലേറെ ഗുരുതരമായ കാര്യം. സമാന രീതിയിൽ നേരത്തെ വീട്ടിൽ പ്രസവിച്ച അശ്വതിയുടെ 2 കുഞ്ഞുങ്ങളും മരിച്ചിരുന്നു. ചടയമംഗലം കള്ളിക്കാട് അനീഷ് ഭവനിൽ അനിലിന്റെ ഭാര്യ അശ്വതിയും കുഞ്ഞുമാണ് മരിച്ചത്. മരണവിവരമറിഞ്ഞ് പ്രദേശവാസികളും പോലീസും വീട്ടിലെത്തിയപ്പോഴാണ് ഞെട്ടിപ്പിച്ച ആ സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. അശ്വതിക്ക് ജനിച്ച ആൺകുഞ്ഞിന്റെ പൊക്കിൾക്കൊടി ഭർത്താവും മകനും ചേർന്നാണ് മുറിച്ചത്. പ്രസവത്തിന് ശേഷം ആശുപത്രിയിൽ പോകാൻ നിർബന്ധിച്ചിട്ടും അശ്വതി തയ്യാറായില്ലെന്ന് ഭർത്താവും മകനും പോലീസിനോട് പറഞ്ഞു. തുടർന്ന് അധിക സമയം പിന്നിട് മുൻപ് അശ്വതിയും കുഞ്ഞും മരിച്ചു. ഗർഭിണിയായിരിക്കെ 5-ാം മാസത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതിനാൽ വീട്ടിൽ പ്രസവിക്കാമെന്ന് അശ്വതി തന്നെ തീരുമാനമെടുക്കുകയായിരുന്നുവെന്ന് ഭർത്താവും മകനും പോലീസിൽ മൊഴി നൽകി. കുട്ടി നേരത്തെ ഇതേപോലെ 2 കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെ പ്രസവിച്ച് മരിക്കുകയുണ്ടായി. അന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അവർ ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇല്ല. ഇതേപോലെ ഇനിയും ഒരിടത്തും ഇപ്പം മലപ്പുറത്തുണ്ടായ സംഭവവും അതുപോലെയാണ്. ഇനിയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ആരും അറിയാതെ കുട്ടികളുടെ മൃതശരീരങ്ങൾ വീടിനോട് ചേർന്ന് കുഴിച്ചിടുകയായിരുന്നു. സംഭവത്തിൽ ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആന്തരികാവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനകൾക്കായി അയച്ചു. വർഷം 2 കഴിഞ്ഞിട്ടും പരിശോധനാ ഫലം ലഭിച്ചില്ല. ഭർത്താവും മകനും വീട് വിട്ട് ഇന്ന് മറ്റൊരിടത്താണ് താമസം. പരിശോധനാ ഫലത്തിൽ അസ്വാഭാവികതയുണ്ടെങ്കിൽ മാത്രമേ ഇനി അന്വേഷണം മുന്നോട്ടു പോകൂ എന്നാണ് ചടയമംഗലം പോലീസ് പറയുന്നത്. ആർ അരുൺരാജ്, 24 കൊല്ലം.